കാഞ്ഞങ്ങാട്ടെ രതീഷ് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം പങ്കാളിത്തം കൊണ്ടും പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായി. നിരവധി ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ജോളി അഡോട്ട് ജേതാക്കളായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രതീഷുമാരുടെ സൗഹൃദ കൂട്ടായ്മ 6ാമത് സ്നേഹസംഗമത്തോടനുബന്ധിച്ചാണ് കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. മേലാങ്കോട്ടെ AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് നടത്തിയ മത്സരം എഴുത്തുകാരിയും അധ്യാപികയുമായ ധന്യ കി പേരി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ഒറ്റയ്ക്കായിട്ട് നടക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പേരിന്റെ പേരിൽ മാത്രം ഒരുമിക്കുന്ന ഒരു സമൂഹം, ഒരു ജനത, അത് അത്ര ചെറിയ കാര്യമല്ല. അത് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. പല പല കൂട്ടായ്മകൾ ഉണ്ടാകുന്നു, വാട്സപ്പിലൊക്കെ പല പല പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു, ആഴ്ച ചർച്ചകൾ, അതുപോലെ തന്നെ സംഗീത പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നു. പക്ഷെ കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കൂട്ടായ്മകളൊക്കെ തന്നെ ഉണ്ടായതുപോലെ തന്നെ പൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ M. രാഘവൻ അധ്യക്ഷനായി. സിനിമ സീരിയൽ താരം കലാഭവൻ നന്ദന മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് കൗൺസിലർ PV വിദ്യാലത, CDS ചെയർപേഴ്സൺ M. പുഷ്പലത, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, സ്കൂൾ പ്രധാനാധ്യാപകൻ V. നാരായണൻ, കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് കാവിലമ്മ, ട്രഷറർ രതീഷ് പരവനടക്കം, പ്രവാസി കൂട്ടായ്മ അംഗം രതീഷ് കാശി, വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് ബിന്ദു രതീഷ്, രതീഷ് ആവണി, രതീഷ് സോഫ്റ്റ്വെയർ എന്നിവർ സംസാരിച്ചു. മത്സരത്തിന്റെ നടത്തിപ്പിന് എല്ലാവിധ പിന്തുണയും നൽകിയവർക്ക് കൂട്ടായ്മയുടെ വകയായി പ്രത്യേക ആദരവ് നൽകി. സംഘടക സമിതി ജനറൽ കൺവീനർ രതീഷ് കാലിക്കടവ് സ്വാഗതവും കൂട്ടായ്മ സെക്രട്ടറി രതീഷ് വാഴക്കോട്ട് നന്ദിയും പറഞ്ഞു. നാനാഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ടീമുകൾ മാറ്റുരച്ച മത്സരം മികച്ച പങ്കാളിത്തം കൊണ്ടും പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായി. സുജാത മുള്ളേരിയ, മായ കൈലാസ്, രാധാകൃഷ്ണൻ ചീമേനി എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ആവേശകരമായ മത്സരത്തിനൊടുവിൽ ജോളി യൂത്ത് സെന്റർ അഡോട്ട് 1ാം സ്ഥാനം സ്വന്തമാക്കി. യങ് ഇന്ത്യൻസ് വലിയ പൊയിലിനാണ് 2ാം സ്ഥാനം. ശ്രീപാർവതി തൃക്കരിപ്പൂർ 3ാം സ്ഥാനത്തിന് അർഹരായി. വിജയികൾക്ക് യഥാക്രമം 10,000, 7,000, 5,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും ഉപഹാരവും സമ്മാനിച്ചു. കൂടാതെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് വേറിട്ട് നിന്ന ഫ്ലവേഴ്സ് വലിയ പൊയിൽ, ജൂനിയർ, നെല്ലിക്കാട് എന്നീ ടീമുകൾക്ക് പ്രത്യേക ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി. മാത്രമല്ല പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ നറുക്കെടുപ്പിലൂടെ കാണികൾക്കും സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.